ഇന്നൊരു കുട്ടി ഈവനിങ് സ്റ്റഡി വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ കാര്യമായിട്ട് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഹിസ്റ്ററിയാണ്, വേൾഡ് ഹിസ്റ്ററിയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റാണ് ഹിസ്റ്ററി മാത്രമല്ല ഹിസ്റ്ററി, പൊളിറ്റി ഇങ്ങനത്തെ സബ്ജക്റ്റ് എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടമുണ്ട്. ഇപ്പോൾ ജോഗ്രഫി അതേ എനിക്ക് വളരെ ഇഷ്ടമുള്ള സബ്ജക്ട്സാണ്. അപ്പോൾ അങ്ങനത്തെ സബ്ജക്റ്റാകുമ്പോൾ എനിക്ക് പഠിക്കാൻ കുറച്ച് ഇൻട്രസ്റ്റും കൂടുതലാണ്. അപ്പം ഇന്നത്തെ എൻ്റെ ഒരു ടാർഗറ്റുള്ളത് ഹിസ്റ്ററി തന്നെയാണ്. വേൾഡ് ഹിസ്റ്ററി നോക്കാനുണ്ട്, കേരള ഹിസ്റ്ററി നോക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇതുവരെ പ്രതീക്ഷിച്ചിരുന്ന ഡിഗ്രി പ്രിലിംസ് റിസൾട്ട് ആണെങ്കിൽ ഇതുവരെ വന്നില്ല. അറ്റ്ലീസ്റ്റ് ഇന്നെങ്കിലും വരുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ന്യൂസസും കേട്ടിട്ടുണ്ടായിരുന്നു ഇന്നെങ്കിലും വരും എന്നുള്ളത്. പക്ഷേ ഇതുവരെ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് വരെ റിസൾട്ട് വന്നിട്ടില്ല. അതാണ് ഒരു കൺഫ്യൂഷനായിട്ടിരിക്കുന്നത്. കാരണം റിസൾട്ട് വന്നാലാണല്ലോ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റുള്ളൂ. നമുക്ക് കട്ട് ഓഫ് ഏതൊക്കെ പോസ്റ്റിനാണ് ക്ലിയർ ആയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഈ യൂട്യൂബിലൊക്കെ കട്ട് ഓഫ് അനാലിസിസ് ഒക്കെ കാണുമെങ്കിലും അതുകൊണ്ട് കാര്യമില്ല. നമുക്കൊരു കറക്റ്റായിട്ടൊരു ഐഡിയ കിട്ടണമെങ്കിൽ ആ റിസൾട്ട് വരണമല്ലോ. പക്ഷേ അത് പ്രതീക്ഷിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. പക്ഷേ അത് വരുന്നില്ല. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ സങ്കടം. റിസൾട്ട് വരാത്തത് കൊണ്ട് തന്നെ പഠിത്തം കുറച്ച് സ്ലോയുമാണ്. വന്നു കഴിഞ്ഞാലാണ് ആ ഒരു എനർജി കൂടുതലായിട്ട് കിട്ടുന്നത്. റിസൾട്ട് വന്നു, ഇനിയിപ്പം ഈ ഒരു പോസ്റ്റിനൊക്കെ വേണ്ടി ഇത്ര പഠിക്കണം എന്നൊക്കെ ഉള്ളത്. പക്ഷേ വരാത്തത് കൊണ്ട് കുറച്ച് സ്ലോ ആണ്. തീരെ ഒന്നും ചെയ്യാണ്ടിരിക്കുന്നില്ലെങ്കിലും കുറച്ച് സ്ലോ ആണ്. വന്നിരുന്നെങ്കിൽ ശരിക്കും അത് നന്നായേനെ. അത് എനിക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് ഈ സെയിം സിറ്റുവേഷനാണ്. അത് വന്നിട്ട് പഠിക്കുന്നതും വരാതെ പഠിക്കുന്നതും ഈ ഒരു കൺഫ്യൂസ് സ്റ്റേജിലിരിക്കുന്നതും ഒക്കെ തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഞാൻ അങ്ങനെ വേൾഡ് ഹിസ്റ്ററി ഒക്കെ കഴിഞ്ഞു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കേരള ഹിസ്റ്ററി തന്നെയാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്തത്. ഇതിനിടയ്ക്കൊരു സംഭവം ഉണ്ടായി. എൻ്റെ ആ ടൈമർ, അതെൻ്റെ ഒരു പഴയ ടാബായിരുന്നു. അത് ഞാൻ ടൈമറായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് താഴെ വീണിട്ട് അതിൻ്റെ ഇത് പോയി. ടച്ച് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല, ടച്ച് സ്ക്രീൻ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എൻ്റെ ടൈമർ ഇല്ല. ഇപ്പം ഞാൻ അല്ലാതെ ഞാനിപ്പോൾ ടൈം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എവിടെ ഇങ്ങനെ വെക്കാനും നോക്കാനും എളുപ്പത്തിന് ഇപ്പോൾ ടൈമർ ഇല്ല. അതാണ് പുതിയൊരു അപ്ഡേറ്റ്. അതുകൊണ്ട് ഞാൻ ടൈമർ ഇല്ലാതെ തന്നെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് നേരം ഒരു ബ്രേക്കിനായിട്ട് ഇങ്ങനെ ബാൽക്കണിയിലൊക്കെ വന്നു. ചുമ്മാ ഒരു കാര്യമില്ല, പുറത്തോട്ടൊക്കെ നോക്കി ഇങ്ങനെ വെറുതെ നടന്നു. അതൊരു റിലാക്സേഷൻ ആണല്ലോ അങ്ങനെ നടക്കുമ്പം. ഫോണൊന്നും യൂസ് ചെയ്യാതെ ചുമ്മാ ഇങ്ങനെ പുറത്തോട്ടൊക്കെ നോക്കി കുറേ നടന്നു. ഞാൻ പിന്നെ സ്റ്റഡി വിത്ത് മീ ഇങ്ങനെ ലൈവ് സ്ട്രീമിംഗ് ആയിട്ട് ചെയ്താലോ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അതാകുമ്പോൾ ഇങ്ങനെ വേറെ ആളുടെ കൂടെ പഠിക്കുന്ന ആ ഒരു ഫീൽ കിട്ടുമല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അതിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യണേ. കേരള ഹിസ്റ്ററിയൊക്കെ ഞാൻ കൂടുതലും നോട്ട് എഴുതിയിട്ടാണ് പഠിക്കാറ്. പക്ഷെ ചിലത് അല്ലാതെ PDF പ്രിൻ്റ് എടുത്തിട്ടും ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് ഇതുപോലെ അറിയില്ല എന്നുള്ള സബ്ജക്റ്റ് ഞാൻ അങ്ങനെയാണ് പഠിക്കാറ്. കേരള ഹിസ്റ്ററി എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ നോട്ട് എഴുതിയിട്ട് തന്നെ പഠിക്കാൻ നോക്കും. ഇപ്പം ആദ്യം ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് വേൾഡ് ഹിസ്റ്ററി ആയിരുന്നു. അതെനിക്ക് അത്യാവശ്യം ഐഡിയ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ നോട്ട് എഴുതിയെടുത്തിട്ടില്ല. പ്രിൻ്റ് നോക്കിയിട്ട് ഇങ്ങനെ അതിലിങ്ങനെ മാർക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എന്തായാലും എൻ്റെ ടാർഗറ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. എനിക്കുണ്ടായിരുന്നത് ഇന്നത്തെ വേൾഡ് ഹിസ്റ്ററീൻ്റെ കുറച്ച് പാർട്സ് ഉണ്ടായിരുന്നു കംപ്ലീറ്റ് ചെയ്യാൻ. അത് കംപ്ലീറ്റ് ചെയ്യണമെന്നും കേരള ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്യണമെന്നുമായിരുന്നു ഞാൻ ഈ ആഫ്റ്റർനൂൺ സെഷനിൽ വെച്ചിരിക്കുന്ന ഒരു ടാർഗറ്റ്. അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക, നന്നായിട്ട് പഠിക്കുക. ഹാപ്പി ലേണിംഗ്.